നമസ്കാരം. വളരെയധികം പ്രാധാന്യം അറിയിക്കുന്ന ഒരു പുഷ്പമാണ് ശംഖുപുഷ്പം. ശംഖുപുഷ്പം നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ അത് ഏറ്റവും വിശേഷപ്പെട്ടതായ ഒരു കാര്യമാണ്. ഏവരുടെയും വീടുകളിൽ ശംഖുപുഷ്പം വിടരുന്നതല്ല, പിടിക്കണം എന്ന് പോലുമില്ല. എന്നാൽ നിങ്ങളുടെ വീടുകളിൽ പൂക്കാറുണ്ട് എങ്കിൽ ആ വീട്ടിലെ ഈ വ്യക്തിയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഇല്ലാതെയാകും എന്നതാണ് വാസ്തവം. എന്തെല്ലാം കാര്യങ്ങളാണ് സംഭവിക്കുക? ശംഖുപുഷ്പവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. പ്രധാനമായും ഗൃഹനാഥ അല്ലെങ്കിൽ ഗൃഹനാഥനെ കുറിച്ചും അവരുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന മാറ്റങ്ങളെ കുറിച്ചുമാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത്. അതായത് ശംഖുപുഷ്പം ധാരാളമായി വിടരുകയാണ് എങ്കിൽ, പൂക്കുകയാണ് എങ്കിൽ ആ വീട്ടിലെ ഗൃഹനാഥൻ അല്ലെങ്കിൽ ഗൃഹനാഥയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ സംഭവിക്കാം. അതേക്കുറിച്ചാണ് ഇനി പരാമർശിക്കുന്നത്. ഏവരും ഒരു നിമിഷം സാക്ഷാൽ പരമശിവനെ വന്ദിക്കുക. ഓം നമഃശിവായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രമിക്കുക. അനാവശ്യമായ ചെലവുകൾ ഒരു വ്യക്തിയുടെ ജീവിതം നശിപ്പിക്കുന്നതാണ്. കാരണം പണം കൈകളിൽ നിൽക്കണം എന്നില്ല. പലവിധ ചെലവുകൾ ജീവിതത്തിൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കാം. തന്മൂലം ധനനഷ്ടങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. എന്നാൽ ശംഖുപുഷ്പം ധാരാളമായി വിടരുന്നു എങ്കിൽ തീർച്ചയായും ആ വീട്ടിലെ വ്യക്തികളുമായി ബന്ധപ്പെട്ട ഇത്തരം ചെലവുകൾ ഒരു പരിധി വരെ നിങ്ങൾക്ക് കുറയ്ക്കുവാൻ സാധിക്കും. പല കാര്യങ്ങളെയും ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ശരിയായ രീതിയിൽ ചിന്തിച്ച് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം തിരഞ്ഞെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. ഒരു വ്യക്തിയുടെ ജീവിതം നശിപ്പിക്കുന്ന മറ്റൊരു കാര്യമാണ് ഭയം. ചില വ്യക്തികൾ ആ ഭയം പ്രകടിപ്പിക്കുന്നതാണ്. ചിലത് മനസ്സിൽ സൂക്ഷിക്കുന്നവരാകുന്നു. എന്ത് തന്നെയാണ് എങ്കിലും ഭയം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദോഷകരമായ ഫലങ്ങൾ നൽകും. എന്നാൽ ഭയം നിങ്ങളുടെ ജീവിതത്തിൽ ഒഴിഞ്ഞു പോകുന്നു എന്നതാണ് വാസ്തവം. ആത്മവിശ്വാസം വർദ്ധിക്കും. ശുഭാപ്തി വിശ്വാസത്തോടെ ധൈര്യപൂർവം കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും, പറയുവാൻ സാധിക്കും. ആ പറയുന്നതായ കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നതായ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. ഭാവിയിലാണ് എങ്കിലും അനുകൂലമായി തീരുന്ന സാഹചര്യമാണ് വന്നു ചേരുക. അതിനാൽ തീർച്ചയായും ഭയം ഒഴിവാക്കുവാൻ തീർച്ചയായും നിങ്ങൾക്ക് സാധിക്കും. ധൈര്യം ജീവിതത്തിലേക്ക് വന്നു ചേരും. ശംഖുപുഷ്പം ധാരാളമായി വിടരുന്നു എങ്കിൽ ലക്ഷ്മി നാരായണ കടാക്ഷത്താലും സാക്ഷാൽ പരമശിവന്റെ അനുഗ്രഹത്താലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ കാര്യങ്ങൾ വന്നു ചേരും. ശത്രുക്കൾ നിങ്ങൾക്കുണ്ടായി എന്ന് വരാം. അവർ പലപ്പോഴും നിങ്ങളെ തോൽപ്പിച്ചിട്ടുമുണ്ടാകാം. അവർ മൂലം ദുഃഖങ്ങളോ ദുരിതങ്ങളോ ജീവിതത്തിൽ അനുഭവിക്കുന്നവരാകാം നിങ്ങൾ. എന്നാൽ ആ സ്ഥിതി മാറും. ശത്രുക്കൾ ദുർബലരായി മാറും. നിങ്ങൾ ശക്തരായി തീരും. അതിനാൽ ശത്രുക്കൾ നിങ്ങളുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നതായ ഏതൊരു ദോഷകരമായ കാര്യങ്ങളെയും തടയുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ ശത്രുക്കൾക്ക് നിങ്ങളെ തോൽപ്പിക്കുവാൻ ഒരിക്കലും സാധിക്കുന്നതല്ല. ശത്രുക്കൾക്ക് മേൽ നാൾക്കുനാൾ വിജയങ്ങൾ കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ ഏറ്റവും അനുകൂലമായ ഫലങ്ങളാണ് നിങ്ങൾക്ക് വന്നു ചേരുക. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് വരാം. എന്നാൽ ആ കാര്യങ്ങൾക്ക് പെട്ടെന്നൊരു മാറ്റം സംഭവിക്കും. നേരെ വിപരീതമായ കാര്യങ്ങൾ സംഭവിക്കും. നടക്കില്ല എന്ന് വിചാരിച്ചതായ കാര്യങ്ങൾ നടക്കും എന്ന സാഹചര്യം വന്നു ചേരും. അത്തരത്തിലൊരു വിശ്വാസം നിങ്ങളിലേക്ക് വന്നു ചേരും. തടസ്സങ്ങളാണ് ഇതിന് കാരണമെങ്കിൽ ആ തടസ്സങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകും. അനുകൂലമായ കാര്യങ്ങൾ തടസ്സങ്ങൾ കൂടാതെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സാഹചര്യങ്ങളാണ് ഉണ്ടാവുക. അത് തീർച്ചയായും നിങ്ങൾക്ക് സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ജീവിതത്തിൽ നടക്കും. കാര്യങ്ങൾ ക്രമേണ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്ന സാഹചര്യമാണ് വന്നു ചേരുക. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ബുദ്ധിമുട്ടുകൾ, ദുരിതങ്ങൾ വന്നു ചേരാം. എന്നാൽ ആ കാര്യങ്ങൾ കടന്നു വരുമ്പോൾ പലരും തളർന്നു പോയി എന്ന് വരാം. എന്നാൽ നിങ്ങൾ നേർവിപരീതമായി ഭവിക്കും. കാരണം നിങ്ങൾ ഒരിക്കലും തളരില്ല. അത് ഒഴിയാനുള്ള വഴികൾ നിങ്ങൾ ശ്രമിക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരുകയോ ചെയ്യാം. തീർച്ചയായും ഈശ്വരാധീനത്താൽ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. സാമ്പത്തിക കാര്യങ്ങളിലുള്ള വർധനവ് അല്ലെങ്കിൽ സമ്പത്ത്
നേടിയെടുക്കുവാനുള്ള വഴികൾ നിങ്ങൾക്ക് ശരിയായ രീതിയിൽ കണ്ടെത്തുവാൻ സാധിക്കുകയോ വിനിയോഗിക്കുവാൻ സാധിക്കുകയോ ചെയ്യാം. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും വരുമാനം, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ധനസ്രോതസ്സുകളിൽ നിന്നോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായോ ധനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക്, ധനപരമായ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. ചെയ്യുന്നതായ പ്രവൃത്തികളിൽ കൂടുതലും അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. അതിനാൽ ധനപരമായ നേട്ടങ്ങൾ, വരുമാന വർധനവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. മാനസികപരമായ പിരിമുറുക്കങ്ങൾ ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ ദോഷമായി ഭവിക്കുന്നതാണ്. തന്മൂലം അവരുടെ കർമ്മത്തെ അത് ദോഷകരമായി ബാധിക്കും. എന്നാൽ നിങ്ങളിൽ വന്ന് ചേർന്നിട്ടുള്ളതായ ഇത്തരം പ്രശ്നങ്ങൾ, മാനസികപരമായ പിരിമുറുക്കങ്ങൾ ഇല്ലാതാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. മാനസിക പിരിമുറുക്കങ്ങൾ ഇല്ലാതെ തന്നെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ആവശ്യങ്ങൾ നിങ്ങൾക്ക് ശരിയായ രീതിയിൽ നിവർത്തിക്കുവാൻ സാധിക്കും. ആരും സഹായത്തിനില്ല എങ്കിൽ പോലും ആ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. ചില സമയങ്ങളിൽ ചില വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് ഒറ്റപ്പെടൽ അനുഭവിക്കേണ്ടതായി വരാം. അവർ അവഗണിച്ചു എന്ന് വരാം. എന്നാൽ ആവശ്യങ്ങൾ പോലും നടന്നു കിട്ടുന്ന സാഹചര്യമാണ് വന്നു ചേരുക. ആര് തന്നെ ഒപ്പമില്ല എങ്കിലും കാര്യങ്ങൾ നടക്കും. അപ്രതീക്ഷിതമായ ധനസ്രോതസ്സുകളിൽ നിന്നോ വ്യക്തികളിൽ നിന്നോ സഹായം, അത് ഏതൊരു സഹായമാണ് എങ്കിലും ലഭിക്കാനുള്ള വഴികൾ തെളിയും. അപരിചിതരായ വ്യക്തികൾ പോലും സഹായിച്ചു എന്ന് വരാം. സമയം നീട്ടിക്കിട്ടി എന്ന് വരാം. അത്തരത്തിൽ പല അനുകൂലമായ കാര്യങ്ങളും പ്രതിസന്ധിയെ തരണം ചെയ്യുവാനുള്ള വഴികൾ ഈശ്വരാധീനത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ഏത് കാര്യമാണ് എങ്കിലും അത് നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കുവാൻ സാധിക്കും. വിചാരിക്കുന്നത് പോലെ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. നെഗറ്റീവായ ചിന്തകൾ നിങ്ങളെ പല അവസരങ്ങളിലും ബാധിക്കുന്നു എന്നത് വാസ്തവമാണ്. ഇത്തരം ചിന്തകൾ നാൾക്ക് നാൾ കുറയ്ക്കുവാൻ സാധിക്കും. പോസിറ്റീവായ ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. ആരോഗ്യപരമായ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നതായ പല കാര്യങ്ങളും ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ആരോഗ്യത്തെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് വ്യക്തത വരികയും ആരോഗ്യ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുകയും ആരോഗ്യ പുരോഗതി കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. ഇത്തരം കാര്യങ്ങൾ പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. മറ്റുള്ളവർക്ക് പോലും നിങ്ങളെ തകർക്കുവാൻ അല്ലെങ്കിൽ നശിപ്പിക്കുവാൻ സാധിക്കാത്ത വിധം നിങ്ങൾ ഉയരുന്നതാണ്. നിങ്ങൾ ശക്തരായി തീരും. തീർച്ചയായും ഞാൻ ഈ പരാമർശിക്കുന്ന കാര്യങ്ങൾ കൂടി നിങ്ങൾ ചെയ്യുക. ശനിയാഴ്ച ദിവസം ശംഖുപുഷ്പം നിങ്ങൾ ശനീശ്വരന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. അതിനാൽ തീർച്ചയായും ശിവലിംഗത്തിൽ നിങ്ങൾക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. കൂടാതെ തിങ്കളാഴ്ച ദിവസങ്ങളിലും സമർപ്പിക്കാം. കൂടാതെ വെള്ളിയാഴ്ച ദിവസം മഹാലക്ഷ്മി ദേവിക്ക് സമർപ്പിക്കുന്നതും കൂടാതെ ശ്രീകൃഷ്ണ ഭഗവാനും മഹാവിഷ്ണു ഭഗവാനും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ശുഭകരമാണ്. ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ വാഴയിലയിൽ ശുദ്ധിയോടെ പൊതിഞ്ഞ് കൊണ്ടുപോവുകയും ഭഗവാന് അല്ലെങ്കിൽ ദേവിക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും വിശേഷപ്പെട്ട ഫലങ്ങൾ നൽകും. വിശേഷപ്പെട്ട ദിവസങ്ങളിലും ഇപ്രകാരം സമർപ്പിച്ച് വീടുകളിൽ വിളക്ക് തെളിയിക്കുമ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നാൾക്ക് നാൾ നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം വർദ്ധിക്കുക തന്നെ ചെയ്യും.